നമ്മുടെ നാട്ടിലെ രീതി വെച്ച് ഏറ്റവും വിലയില്ലാത്ത ആൾക്കാരാണ് ഈ ആർട്ടിസ്റ്റുകൾ. അവര് ഒരു 1000 രൂപ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്ന് ചോദിക്കും. അതെ അതെ അങ്ങനെ ഉണ്ട്. ഇപ്പൊ പലവരും അങ്ങനെ നമുക്കത് ഫ്രീ ആയിട്ട് ചെയ്തു തരുമോ എന്നുള്ള പോലെയാണ്. പിന്നെ പല കസ്റ്റമേഴ്സ് റേറ്റിന്റെ കാര്യം പറയുമ്പോൾ പറയും ഇത്രയും റേറ്റോ ഇതിന്. പക്ഷെ അത് നമുക്ക് അത്രയും എഫേർട്ട് ഉണ്ടെന്നുള്ളത് അവരത് മനസ്സിലാക്കണില്ല. നമുക്ക് ഇപ്പോൾ വെറുതെ ഒരു പെൻസിൽ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും വരയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ട്രെയിനിങ് നമ്മൾ എടുത്ത് നമ്മുടെ മൈൻഡും കൂടി ഓക്കെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് കേരള മ്യൂറൽ പെയിൻറ്റിങ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്യാൻവാസിൽ നമ്മളൊരു ബേസിക് സ്കെച്ച് ഇട്ട് പിന്നെ അതിൻ്റെ കറക്ഷൻസ് വരുത്തി യെല്ലോ ഔട്ട്ലൈൻ റെഡ് ഔട്ട്ലൈൻ ഇട്ട് ഷെയ്ഡിങ് കൊടുത്ത് പിന്നീട് ലാസ്റ്റ് എല്ലാതും ബ്ലാക്ക് ഔട്ട്ലൈൻ കൂടി ഇട്ടാലാണ് ഒരു പടം ഫിനിഷ് ആവുള്ളൂ. അപ്പം നമുക്ക് അത്രയും ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഈ ചെറിയ ലൈൻസുകളാണ്, രേഖീയ താളം പോലെ ചെറിയ ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇതിന് ആ റേറ്റ് വരുന്നത്. പക്ഷെ അത് പലരും അത് മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും ഏറ്റവും റേറ്റ് കുറച്ച് കിട്ടിയാൽ അത്രയും സന്തോഷം എന്നുള്ള പോലെയാണ് കസ്റ്റമേഴ്സ് പലപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയുക. പിന്നെ ഇതിൻ്റെ മൂല്യം അറിയാവുന്ന ആളുകളുണ്ട്. അവർ പറയും നമുക്ക് ടൈം എടുത്തോളൂ, നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി, അങ്ങനെ പറയുന്ന ആൾക്കാരുകളും ഉണ്ട്.